ഓരോ ഗ്രഹത്തിനും ഓരോ ഓമനപ്പേരുണ്ട് അല്ലേ? റെഡ് പ്ലാനറ്റ്, ബ്ലൂ പ്ലാനറ്റ്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഓടി വരും. പക്ഷേ നമ്മൾ ഏറ്റവും ഉറപ്പുള്ളതെന്ന് കരുതുന്ന ചില പേരുകൾക്ക് പിന്നിൽ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹരിതഗ്രഹം അല്ലെങ്കിൽ ദ ഗ്രീൻ പ്ലാനറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഗ്രഹം ഏതാണ്? തീർച്ചയായും നമ്മുടെ ഭൂമി തന്നെയായിരിക്കും അല്ലേ? പച്ചപ്പ് നിറഞ്ഞ ജീവനുള്ള നമ്മുടെ സ്വന്തം വീട്. മിക്കവാറും എല്ലാവരുടെയും ഉത്തരം ഇതുതന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്കങ്ങനെ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഹരിതഗ്രഹം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഭൂമിയെക്കുറിച്ച് ഓർക്കുന്നത്? അതൊരു വളരെ വ്യക്തമായ ഉത്തരമായി തോന്നാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച. പച്ചപ്പുള്ള വൻകരകൾ, ഇടതൂർന്ന കാടുകൾ, പിന്നെ കടലിൽ പോലും ജീവന്റെ പച്ചപ്പ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഈ പച്ച നിറമെന്ന് പറയുന്നത് ജീവന്റെ തന്നെ ഒരു അടയാളമാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ ഈ ചോദ്യത്തിന് എല്ലാവരും പറയുന്ന ഉത്തരം ഇതല്ലെങ്കിലോ? അതെ, അത് ഭൂമിയല്ല മറ്റൊന്നാണെങ്കിലോ? നമ്മൾ ഇത്രയും കാലം ഉറപ്പിച്ചുവെച്ച ഈ ധാരണ തെറ്റാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഏതാണ് യഥാർത്ഥ ഹരിതഗ്രഹം? ശരി, നമുക്ക് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ജ്യോതിശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, യുറാനസ്. നമ്മുടെ സൂര്യനിൽ നിന്നുള്ള 7ാമത്തെ ഗ്രഹം, സൗരയൂഥത്തിലെ ഒരു ഐസ് ജയന്റ്. യുറാനസ് ആണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ഭൂമിയും യുറാനസും രണ്ടിനും എങ്ങനെ ഈ പച്ച നിറം വന്നു? രണ്ടും ഒരേ കാരണങ്ങൾ കൊണ്ടാണോ പച്ചയായിരിക്കുന്നത്? നമുക്ക് നോക്കാം എന്താണ് ഈ രണ്ട് ലോകങ്ങളെയും പച്ച നിറത്തിന് പിന്നിലെ രഹസ്യമെന്ന്. ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ പച്ചപ്പ് എന്ന് പറയുന്നത് ജീവന്റെ അടയാളമാണ്, ബയോളജിക്കലാണ്. പക്ഷേ യുറാനസിന്റെ കാര്യം അങ്ങനെയല്ല. അതിന്റെ പച്ചനിറം പൂർണ്ണമായും കെമിക്കലാണ്. അതായത് അതിനെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ കാരണമാണ്. ഭൂമിയുടെ കാര്യമെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടത്തെ പച്ചനിറത്തിന് കാരണം ക്ലോറോഫിലാണ്. ചെടികളും മരങ്ങളും ആൽഗകളുമെല്ലാം ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഈ ക്ലോറോഫിൽ ഉപയോഗിച്ചാണ്. അതായത് ഇവിടെ ജീവനുള്ളതുകൊണ്ടാണ് ഈ പച്ചപ്പ്. ഇനി യുറാനസിലേക്ക് വരാം. അവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. യുറാനസിന്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് മീഥേൻ ഗ്യാസുണ്ട്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഈ മീഥേനിൽ തട്ടുമ്പോൾ അത് ചുവപ്പ് നിറത്തെ അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് പച്ചയും നീലയും നിറങ്ങളെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കും. നമ്മൾ കാണുന്ന ആ ഒരു ഇളം പച്ച കലർന്ന നീല നിറം വരുന്നത് അങ്ങനെയാണ്. കണ്ടില്ലേ, ഒരു ചെറിയ പേരിന് പിന്നിലെ വലിയൊരു കഥ. ഇത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓർക്കുക, ശാസ്ത്രലോകത്ത് ഹരിതഗ്രഹം എന്നൊരു സംസാരം വന്നാൽ മിക്കവാറും അത് യുറാനസിനെക്കുറിച്ചായിരിക്കും. അതായത് നമ്മൾ വളരെ സിമ്പിളാണെന്ന് കരുതുന്ന ഒരു പേരിന് പിന്നിൽ പോലും ഇത്രയും സങ്കീർണവും രസകരവുമായൊരു ശാസ്ത്രീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഇതുപോലെ? ഒരുപക്ഷെ നമ്മൾ ഇനിയും കണ്ടെത്താനിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവാം, അല്ലേ?